രാവിലെ എണീറ്റ് വന്നപ്പം കണ്ട കാഴ്ച വാഴയിലകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സൂര്യനായിരുന്നു ഗൈസ്. പുള്ളിക്കാരന് ഭയങ്കര ഭംഗിയായിരുന്നു. അവൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് അമ്മ തന്ന ഡ്യൂട്ടിയാണ് കുറച്ച് പച്ചമുളക് പറിച്ചിട്ട് വരാൻ പറഞ്ഞു. സോ അമ്മയുടെ സ്വന്തം ഗാർഡനിൽ പോയി ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ പറിച്ചുകൊണ്ട് വന്നു. പച്ചമുളക് പറിക്കാൻ തന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഇന്നലെ മഴ പെയ്തുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ക്ലൈമറ്റ് ഗൈസ്. ഇലകളിലൊക്കെ കുറച്ച് വെള്ളമൊക്കെ തങ്ങി നിന്ന് ഭയങ്കര രസമായിരുന്നു. സോ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ കയറി വന്നു. കാരണം നമുക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, സമ്മർ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് നേരെ കയറി വന്ന് ഡ്രസ്സൊക്കെ അയൺ ചെയ്തു. അയൺ ചെയ്തതിന് ശേഷം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും ചെറുപയർ കറിയും പിന്നെ മുട്ട ചിക്കി പൊരിച്ചതുണ്ടായിരുന്നു ഗൈസ്. അതെനിക്ക് ലഞ്ചിന് വേണ്ടി അമ്മ ആക്കിയതാണ്, ഞാനതും എടുത്തു. പിന്നെ ചായയും കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ പോയി റെഡി ആയി ഗൈസ്. സമ്മർ ക്ലാസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു 4 ദിവസത്തെ ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ലീവ്, പിറ്റേ ദിവസം എക്സാമാണ്. അപ്പോൾ പള്ളിയിൽ പോകണം, കുർബാനയുണ്ട്, അത് കഴിഞ്ഞ് ക്ലാസ്. ഇങ്ങനെ വൈകുന്നേരം ഞാൻ തിരിച്ചുള്ളൂ. അപ്പോൾ അതിനുള്ള ബുക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ചോറും വെള്ളം എടുത്ത് വെച്ചു ഗൈസ്. കാരണം വൈകുന്നേരം വരെയുള്ളതുകൊണ്ട് കൊണ്ടുപോകണം. ലാസ്റ്റ് ഡേ മാത്രം എനിക്ക് അവിടുന്ന് ഫുഡ് കിട്ടും. അങ്ങനെ സമ്മർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. സോ അവളെ സർപ്രൈസ് ഞങ്ങളുടെ വീട്ടിൽ പോവാണ്. സമ്മർ ക്ലാസ്സിന് അവൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവൾ അറിയാതെ ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു ഇത്. അവൾ പോയി കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കേക്കും മേടിച്ചു ഗൈസ്. ബർത്ത്ഡേയിൽ ഒരു കേക്ക് കിട്ടേ പോവാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ കിട്ടി നേരെ അവിടെ ചെന്ന്. അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ അവളുടെ വീട്ടിലേക്ക് കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങണം. ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴാണ് ആൾ വന്നത്. ആൾ വേറെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ അവൾ ശരിക്കും സർപ്രൈസായി ഗൈസ്. ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്നിട്ട് ഞങ്ങളെ വിളിച്ച് അകത്തേക്ക് വരാനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് അവൾ അൺബോക്സ് ചെയ്ത് വെച്ചു. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു മിക്സഡ് ഫോട്ടോ ഫ്രെയിമാണ് ആക്കിയത്, എല്ലാ ഫോട്ടോസും വെച്ചിട്ട് ഒരെണ്ണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ ഫ്രെയിമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം സംസാരിച്ചു. നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് സംസാരിച്ചാൽ എത്ര തീരുമില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ട്, എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമായിരിക്കില്ലേ ഫോട്ടോഷൂട്ട്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോഷൂട്ടിനായിട്ട് പുറത്തിറങ്ങി. അങ്ങനെ സമയം പോയത് അറിഞ്ഞേയില്ല ഗൈസ്. കേക്ക് തന്നെ കട്ട് ചെയ്യാൻ മറന്നു. അങ്ങനെ കുറച്ച് ഇരുട്ടാനായപ്പോഴാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം ഓർത്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെ പുറത്ത് നിന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് ഗൈസ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ച് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് ഞാൻ പോന്നു. എന്നെ പപ്പ കൂട്ടാൻ വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം സമ്മർ ക്ലാസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു. അതും ഞാൻ ബൈബിൾ നോക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കിടന്നു.